പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വടകരയിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു പോലീസ്. ഉത്തരമേഖല IG ആണ് യോഗം വിളിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഗസ്റ്റ് ഹൗസിലാണ് യോഗം. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗും CPM-ഉം ആവശ്യപ്പെട്ടിരുന്നു. VS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, നേരത്തെ മുസ്ലിം ലീഗ് നമ്മളോടും പിന്നീട് അതിനുശേഷം CPM-ഉം മുസ്ലിം ലീഗുമായും ചർച്ച നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. കോൺഗ്രസും എന്നാൽ ലീഗിലെ പ്രാദേശിക നേതൃത്വവും സർവകക്ഷി യോഗം എന്ന നിർദ്ദേശം തള്ളിയതിനു പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. ലീഗ് നേതാക്കളും CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വടകരയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗം പ്രാദേശികമായൊരു യോഗമാണ്. കാരണം നേരത്തെ സംസ്ഥാന തലത്തിൽ ഉള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് UDF-നെ അതായത് CPM-നെ ഒക്കെ ക്ഷണിച്ചുകൊണ്ട് വലിയ സർവകക്ഷി യോഗം എന്ന അർത്ഥത്തിൽ തന്നെയാണ് നേരത്തെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ അർത്ഥത്തിലുള്ളൊരു സർവകക്ഷി യോഗമല്ല ഇത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അതിനുശേഷം ഉണ്ടാവുന്ന ആഹ്ലാദ പ്രകടനം, അതിനുശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള സംഘർഷം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, ആ വടകരയുടെ പ്രാദേശിക സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ട് പ്രാദേശികമായി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗമാണ്. പ്രാദേശിക നേതാക്കന്മാർ ഇതിൽ എത്ര പേർ പങ്കെടുക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്ക് ഈ സർവകക്ഷി യോഗം എന്ന അഭിപ്രായത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം കാഫർ പ്രയോഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ച CPM-കാർക്കെതിരെ നടപടിയില്ലാതെ ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു പ്രാദേശിക തലത്തിലും ലീഗിൻ്റെ അഭിപ്രായം. അതുപോലെ കോൺഗ്രസ് ജില്ലാ തലത്തിലെടുത്ത തീരുമാനവും അതുതന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രാദേശിക നേതാക്കന്മാർ ഈ സർവകക്ഷി യോഗത്തിൽ സഹകരിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. കോഴിക്കോട് DCC ഭാരവാഹി നമുക്കൊപ്പം ചേരുന്നുണ്ട്, പ്രവീൺ കുമാർ. വെരി ഗുഡ് മോർണിംഗ്. പ്രാദേശികമായിട്ടുള്ള നേതാക്കളുടെ സർവകക്ഷി യോഗമാണ് വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആഘോഷമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുമോ? ഇത് പ്രാദേശിക നേതാക്കളുടെ യോഗമല്ല വിളിച്ചത്, ജില്ലാ നേതാക്കളുടെ യോഗമാണ് വിളിച്ചത്. എന്നെ തന്നെ പോലീസ് അധികൃതർ എന്നെ വിളിച്ചിരുന്നു. എനിക്കിന്ന് രാവിലെ പങ്കെടുക്കാൻ ചില അസൗകര്യമുള്ളത് കൊണ്ട് UDF-ന്റെ ജില്ലാ ചെയർമാനും ശ്രീ K ഭാരനാരായണനും അതുപോലെ തന്നെ ഞങ്ങൾ തലശ്ശേരിയിലെ അഡ്വക്കേറ്റ് സജിത്തും ഞങ്ങളെ പ്രതികരിച്ച് പങ്കെടുക്കും. സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ എതിരല്ല, സമാധാനത്തിനെതിരല്ല. പക്ഷേ ഒരു കാര്യം എടുത്തു പറയുന്നു, വടകരയിൽ സമാധാനം ഉണ്ടാക്കാനുള്ള പോലീസ് നയങ്ങളെ പരിപാടികളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാനും വർഗീയ തലത്തിൽ സംഘർഷം ഉണ്ടാക്കാനും ശ്രമിച്ച രീതിയിലുള്ള വ്യാജ Facebook ID ഇട്ട് അതിലൂടെ കാഫർ പ്രയോഗം നടത്തിയ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. ആ അന്വേഷണത്തെ തരംതിരിച്ചു വിടുവാനോ അല്ലെങ്കിൽ ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ മറയ്ക്കാനാണോ ഈ സർവകക്ഷി യോഗമെങ്കിൽ ആ യോഗത്തിന്റെ തീരുമാനവുമായി എങ്ങനെ സഹകരിക്കണമെന്ന് പാർട്ടിയും മുന്നണിയും തീരുമാനിക്കും. പ്രവീൺകുമാർ, വളരെ വ്യക്തമാണ്. താങ്ക് യു റെസ്പോണ്ട് ചെയ്തതിന്. ഈ സർവകക്ഷി യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി, ഇതിൽ സർവകക്ഷി യോഗത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ കാഫിർ പ്രയോഗമടക്കം, അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം, അതിനെ തുടർന്നുള്ള അന്വേഷണം, ഇതൊക്കെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും നിങ്ങൾ ഉന്നയിക്കാനാണോ സാധ്യത? ഞങ്ങളെ പ്രതിനിധികൾ തീർച്ചയായിട്ടും ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ആ പ്രതിയെ, പോലീസിന്റെ കൺമുമ്പിലുള്ള ആ പ്രതിയെ, പോലീസിന്റെ മൂക്കിൻ താഴെയുള്ള പ്രതിയെ പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. കാരണം അത് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന കാലത്ത് നടന്ന ഏറ്റവും നീതീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്ത ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. മാത്രമല്ല ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. 30-ാം തീയതി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് UDF-ന്റെയും RMPയുടെയും നേതാക്കൾ വടകര റൂറൽ SP ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. അതുകൊണ്ട് ഇത് സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വ്യാജ ID-യിലൂടെ കാഫർ പ്രയോഗം നടത്തിയ പ്രതിയെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ വഴിതിരിച്ചു വിടുവാനോ മറയ്ക്കുവാനോ. ഒരു കാര്യം കൂടി പ്രവീൺ കുമാർ, അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. വലിയ രീതിയിലുള്ള വർഗീയമായിട്ടുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ചൊരു ക്യാമ്പയിൻ ആയിരുന്നു അത്. ആ ക്യാമ്പയിന് ആര് ഉത്തരവാദികളാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ സമാധാന ശ്രമങ്ങൾക്കും UDF പ്രാധാന്യം കൊടുക്കുന്നു. അത്തരം ഉദ്യമങ്ങൾക്ക് UDF സഹകരിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടായിരിക്കുന്നു. UDF പ്രതിനിധി പങ്കെടുക്കും എന്ന് താങ്കൾ തിരിച്ചു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവീൺ കുമാർ, എന്റെ ചോദ്യമായിരുന്നു, കരുതുന്നു. തീർച്ചയായും ഞങ്ങൾ പങ്കെടുത്ത് സമാധാനത്തോട് സഹകരിക്കും. പക്ഷേ ഞങ്ങൾ കാഫർ പ്രയോഗം നടത്തിയ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിക്കും.
ആ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഈ യോഗമെങ്കിൽ ആ യോഗത്തിന്റെ തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. കെ പ്രവീൺ കുമാർ, കോഴിക്കോട് DCC പ്രസിഡന്റാണ് നമുക്കൊപ്പം ചേർന്നത്. DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറയുന്നു UDF പ്രതിനിധികളെ അയക്കും. അങ്ങനെയാണെങ്കിൽ LDFന്റെ ഭാഗത്തു നിന്നും CPM പ്രതിനിധികളും ഉണ്ടാകും. വടകരയിൽ സമാധാനത്തിനു വേണ്ടിയുള്ള സർവകക്ഷി യോഗമാണ് വിളിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് നേരത്തെ ലീഗും CPMഉം ആവശ്യപ്പെട്ടതുപോലെ പോലീസ് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിക്കുന്നു. നേരത്തെ വിട്ടുനിൽക്കുമെന്നാണ് നമ്മൾ കരുതിയതെങ്കിലും UDF ഇപ്പോൾ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് സർവകക്ഷി യോഗത്തെ. എന്നാൽ കാഫിർ പ്രയോഗം നടത്തിയതിന് പിന്നിൽ ആര് എന്നത് പോലീസ് കണ്ടെത്തി പുറത്തു കൊണ്ടുവരണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും കെ പ്രവീൺ കുമാർ പറയുന്നു.